വെൽക്കം ടു എഡ്ജു വാലറ്റ്. +2 ഇംഗ്ലീഷ് എക്സാം ആണെന്ന് അറിയാം. ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് ഇനി ആകെ ഒരു ദിവസം കൂടി ഉള്ളൂ. ഫസ്റ്റ് എക്സാം സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പിന്നെ ഇംഗ്ലീഷാണ്. സോ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി ഇപ്പോൾ പലർക്കും എനിക്കറിയാം ഇംഗ്ലീഷൊന്നും ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുന്ന കുട്ടികളാണ് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ് പാഠം, എന്താണ് ഇതിൻ്റെ അർത്ഥം, ഓരോ പാഠത്തിൽ എന്താ പറയണത്, എന്താണ് ആശയം, മെയിൻ പോയിൻ്റ് എന്താ, ആരാണ് പ്രധാന ക്യാരക്ടേഴ്സ് ഒന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എല്ലാ പാഠങ്ങളും സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ആശയങ്ങൾ സിമ്പിളായിട്ട് നോക്കാം. കുറേ ഷോർട്ടായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഓരോ യൂണിറ്റിൽ ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ചെറിയ പോയിൻറ്റുകളായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ബുക്കാണിത്. ഇതിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ 3 L's of Empowerment ആണെങ്കിൽ അതിൽ നിന്നുള്ള മെയിൻ പോയിൻറ്റ്സുകൾ മാത്രം. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി ഓർത്ത് 2-3 തവണ വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ആ പോയിൻറ്റ്സ് എഴുതാം. അല്ലാതെ എല്ലാം കൂടി പഠിക്കാൻ സമയമില്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എല്ലാ പാഠങ്ങളും നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് ആദ്യത്തെ 2 യൂണിറ്റാണുള്ളത്. 2 യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലും നമുക്ക് സിമ്പിളായിട്ട് ആശയം മനസ്സിലാക്കാം. കുറേ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്കൊപ്പം പഠിക്കാം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് പറയുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് കൊടുക്കാം ഒരു ലിങ്ക്. നമ്മുടെ എഡ്ജു വാലറ്റിൻ്റെ ഒരു വാട്സപ്പ് ചാനലാണ്, ഫ്രീ വാട്സപ്പ് ചാനലാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് എഡ്ജു വാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കാണും. അത് വ്യൂ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് കയറാം, ആ ഒരു ചാനലിലേക്ക് കയറാം എഡ്ജു വാലറ്റിൻ്റെ. അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും, ഇംഗ്ലീഷിന് വേണ്ട ബ്ലേബ്, ബ്ലോഗ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ക്യാരക്ടർ സ്കെച്ചുകൾ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ്, റെസ്യൂം, അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന എല്ലാം ആ ഒരു ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിലേക്ക് എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. അതിലുള്ള വീഡിയോസ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ട്. ഫോർമാറ്റ് ഉണ്ട്, ഗ്രാമർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ഒക്കെ ചെറിയ ഷോർട്ട് വീഡിയോസാണ്. വേഗം പഠിച്ചെടുക്കാനും പറ്റും. താഴെ കമൻറ്റ് ബോക്സിൽ പിന്നീട് ലിങ്ക് നോക്കുക കേട്ടോ. അതേപോലെ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എക്കണോമിക്സ്, ബിസിനസ്, അക്കൗണ്ടൻസി ഇതൊക്കെ ക്ലാസ് നമ്മൾ എഡ്ജു വാലറ്റ് ഉണ്ട്. എഡ്ജു വാലറ്റ് 2.0 എന്ന് പറഞ്ഞ ചാനലിൽ കൊമേഴ്സ് ചാനലാണ്. അതറിയാത്തവരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊന്ന് അതിലേക്ക് പോയി നോക്കുക. അവിടെ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ട എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠം നോക്കാം. 3 L's of Empowerment ആണ് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പാഠം. സ്പീച്ച് ബൈ ക്രിസ്റ്റിൻ ലഗാർഡെ. ഇതൊരു സ്പീച്ചാണ്. 3 L's of Empowermentൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വന്നിരിക്കും. 8 മാർക്കിന് ചോദ്യം ഈ പാഠത്തിൽ നിന്നാണ് വരിക. വുമൻസ് എംപവർമെൻറ്റിനെ കുറിച്ച്, വുമൻസ് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സ്പീച്ചോ ആർട്ടിക്കിളോ എസ്സേയോ റൈറ്റപ്പോ ഒരു ചോദ്യം നിർബന്ധമായിട്ടും വന്നിരിക്കും. ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ പാഠത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ എസ്സേ, ആ സ്പീച്ച് ചോദിക്കുക. വിമൻസിനെ ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ പാഠം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാദ്യം 3 L's of Empowerment is a speech made by ക്രിസ്റ്റിൻ ലഗാർഡെ. ക്രിസ്റ്റിൻ ലഗാർഡെ ആണത് സ്പീച്ച് പറയുന്നത്. ക്രിസ്റ്റിൻ ലഗാർഡെ ആരാണ്? ഫസ്റ്റ് വിമൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്, G8 എക്കോണമി ആൻഡ് ദ ഹെഡ് ഓഫ് ഇന്റർനാഷണൽ മിനിസ്ട്രി ഓഫ് ഫണ്ട്. അറിഞ്ഞിരിക്കുക. ഷി സ്പീക്സ് അബൌട്ട് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ. എന്തിനെ കുറിച്ചാണ് സ്പീച്ചിൽ പറയുന്നത്? വുമൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ. വിമൻസ് എംപവർമെൻറ്റ് ഇസ് ദി ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഓഫ് ദി സെഞ്ച്വറി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹൈ പോപ്പുലേഷൻ ഇസ് വുമൺ ബട്ട് എക്കണോമിക് കോൺട്രിബ്യൂഷൻ ഇസ് ലെസ് ദാൻ 50%. ജനസംഖ്യ വുമൻസ് ഉണ്ടെങ്കിലും അവരുടെ എക്കണോമിക്കൽ കോൺട്രിബ്യൂഷൻ, സാമ്പത്തികമായിട്ട് അവർ ഇന്ത്യയിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അത് കുറവാണ്. വുമൻ ക്യാൻ പ്ലേ ഗ്രേറ്റ് എക്കണോമിക് റോൾ ഇൻ മോഡേൺ വേൾഡ്. ഷീ എക്സ്പ്ലെയിൻ 3 key factors. ആ ഒരു സ്പീച്ചിൽ ക്രിസ്റ്റിൻ ലഗാർഡെ പറയാണ് വിമൻസിന് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അത് നേരിടണം അല്ലെങ്കിൽ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 3 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. 3 L's, 3 L's of Empowerment. സോ ഒരു സിമ്പിൾ പോയിന്റ് ഇങ്ങനെ പഠിക്കുക. 3 L's of Empowerment is a speech made by ക്രിസ്റ്റിൻ ലഗാർഡെ. ഷീ സ്പീക്സ് അബൌട്ട് എന്തിനെ കുറിച്ച്. അപ്പോൾ ഒന്നാമത്തെ ലൈൻ നിങ്ങൾ ഇത് നന്നായി ഓർത്ത് വെച്ചോളൂ. രണ്ടാമത്തെ ഇത് ഓർത്ത് വയ്ക്കുക. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻസ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലെ ചാലഞ്ചുകളെ കുറിച്ച്. അതേപോലെ തന്നെ ഷീ എക്സ്പ്ലെയിൻ 3 key factors which constitute women's empowerment. വുമൻസ് എംപവർമെൻറ്റ് എന്തൊക്കെ വേണമെന്നാണ് പറയുന്നത്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ആ 3 L's ഏതാണെന്നുള്ളതും പഠിക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ എസ്സേ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതിൽ ഓരോന്നിനെ കുറിച്ചും ഒരു റൈറ്റ് പാരഗ്രാഫോ എസ്സേയോ ചോദിക്കും. ലേണിംഗ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്.
ഹൗ ഡിഡ് ലേണിംഗ് ഹെൽപ്സ് വുമൻസ് എംപവർമെൻറ്റ്. 3L ലേണിങ്ങും ലേബറും ലീഡർഷിപ്പാണ്. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നമുക്ക് ഒരു 4 മാർക്കിൻ്റെ എസ്സേ ചോദിക്കും. അപ്പോൾ ലേണിങ്ങിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ദ റൂട്ട് കോസ് ഫോർ വുമൻസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് നെഗ്ലിജൻസ്. അതായത് എഡ്യൂക്കേഷൻ ഇല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. വുമൻസ് നേരിടുന്ന ഏറ്റവും വലിയ ചൂഷണങ്ങൾക്കുള്ള പ്രധാന കാരണം വിദ്യാഭ്യാസം ഇല്ലായ്മയാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ ഫണ്ടമെൻ്റൽ മീൻസ് ടു ബ്രിങ് എനി ഡിസൈർഡ് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണം. ഇറ്റ് അക്വയേഴ്സ് നോളജ്, സ്കിൽ ആൻഡ് ടെക്നിക് വിച്ച് ഹെൽപ്പ് ദം ഇൻ ദർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. എല്ലാ തരത്തിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. വുമൺ എഡ്യൂക്കേഷൻ റെഡ്യൂസസ് മദേഴ്സ് ഡെത്ത് റേറ്റ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അമ്മമാരുടെ മരണനിരക്കൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, കുട്ടികളുടെ മരണനിരക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ. അതുപോലെ ഫെർട്ടിലിറ്റി റേറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ് ബട്ട് ഓൾസോ ഡിറ്റർമിൻ ഹിസ് ഫ്യൂച്ചർ. ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനും എഡ്യൂക്കേഷൻ, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ, നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് അറിവുണ്ടെങ്കിൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സോ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് എഡ്യൂക്കേഷൻ വേണം എന്ന് പറയാം. ഒരു ആഫ്രിക്കൻ അഡാജ് ഉണ്ട്, ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ പരീക്ഷയ്ക്ക് ഈ സെൻറ്റൻസ് തന്നിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ളത് കേട്ടോ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അതാണ് സംഭവം. ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആളെ ട്രെയിൻ ചെയ്യുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വഴി ആ കുട്ടിയുടെ ഫാമിലി, ആ കുട്ടിയുടെ കുട്ടികൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഡെവലപ്പാവും. സോ ഒരു വില്ലേജ് മൊത്തം ട്രെയിൻ ചെയ്യാൻ നമുക്ക് പറയാം. അതേപോലെ തന്നെയാണ് ലേബർ ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് വുമൻസ് എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്. എക്കണോമിക്കൽ ഇൻഡിപെൻഡൻറ്റ് തരുന്നു. അതുപോലെ തന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് വേണം എന്നൊക്കെ ഈ ഒരു സ്പീച്ചിൽ ക്രിസ്റ്റൽ ലഗാർഡ് പറയുന്നുണ്ട്. തുല്യമായിട്ടുള്ള ജോലിയാണെങ്കിൽ തുല്യമായിട്ട് വേതനം കൊടുക്കണം എന്നൊക്കെ സ്പീച്ചിൽ പറയുന്നു. അപ്പോൾ ഈ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ എക്കണോമിക് റോൾ ഓഫ് വുമൻസ്. നമ്മൾ ഇന്ത്യയിൽ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് ജോലി വേണം. അപ്പോൾ എക്കണോമിക് റോള് ഇൻക്രീസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാര്യം മൂന്നാമത്തെ ഒരു ഫാക്ടർ, അല്ലെങ്കിൽ 3L's മൂന്നാമത്തെ L ലീഡർഷിപ്പ്. അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന? റൈസ് ആൻഡ് ഫുൾഫിൽ ദർ എബിലിറ്റി. മുന്നോട്ട് വരാനുള്ളൊരു കഴിവ്, അവർക്ക് അവരെ കഴിവുകളൊക്കെ കണ്ടുപിടിക്കാനും അത് ഫുൾഫിൽ ചെയ്യാനും പറ്റണം. ഗുഡ് ഡിസിഷൻസ് എടുക്കാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യണം. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്, കോൺഫിഡൻസ് ഇല്ലാത്തതാണ് പ്രശ്നം. സോ ദേ ഷുഡ് ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്. ദേ ഷുഡ് ബി റെഡി ടു കം ഔട്ട് ഓഫ് കംഫർട്ട് സോൺ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം. ദേ ഷുഡ് റെഡി ടു ഫേസ് ദ ചാലഞ്ചസ്. എല്ലാ ചാലഞ്ചസും അവർ നേരിടണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് സ്ത്രീകളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം, ചിലപ്പോൾ എഡ്യൂക്കേഷൻ എങ്ങനെ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ 3L's ഏതൊക്കെയാണ്, വുമൻസ് എംപവർമെൻറ്റ് എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലേണിംഗ് ലേബർ ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് അങ്ങോട്ട് എഴുതി വെക്കാം. അപ്പോൾ ഇത് ഞാൻ താഴെ ഒരു ചാനലിൻ്റെ ലിങ്ക് പറഞ്ഞില്ല, നമ്മൾ എഡ്യൂവാലറ്റിൻ്റെ വാട്സപ്പ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഞാൻ വുമൻസ് എംപവർമെൻറ്റ്, വുമൻസിനെ കുറിച്ച് എന്ത് വന്നാലും എഴുതാൻ പറ്റുന്ന ഒരു 8 മാർക്കിൻ്റെ ചോദ്യം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടാവും. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നാലും വുമൻസ് എംപവർമെൻറ്റോ വുമൻസിൻ്റെ ഇഷ്യൂസോ എന്ത് വന്ന് എസ്സേ ആവട്ടെ സ്പീച്ച് ആവട്ടെ ഏതിലും നിങ്ങൾക്കത് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ അത് കാണാൻ താഴെയുള്ള വാട്സപ്പ് ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ. വുമൻസിനെ കുറിച്ച് ഒരു ചോദ്യം കൺഫേം ആയിട്ടും വരും. അത് ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ഞാനത് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സിമ്പിളാണ്, ഓരോ ലൈനും കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. അത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങളും വുമൻസിനെ ബേസ് ചെയ്ത് ചോദിച്ചാൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. സോ ഒരു ചെറിയൊരു സമ്മറി പറയണമെങ്കിൽ 3L's ഓഫ് എംപവർമെൻറ്റ് ഇസ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റൽ ലഗാർഡ്. ഷി വാസ് ഫസ്റ്റ് വിമൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഷീ സ്പീക്സ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് വുമൻസ് എംപവർമെൻറ്റ്. വുമൻസ് എംപവർമെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷീ ഐഡൻറ്റിഫൈ ദ എക്കണോമിക് റോൾ ഓഫ് വുമൻ. സാമ്പത്തിക മേഖലയിൽ വുമൻസ് വരണം, അത് ആ ഒരു ക്രിസ്റ്റൽ ലഗാർഡ് മനസ്സിലാക്കുന്നു. സോ അക്കോർഡിംഗ് ടു ഹെർ, ക്രിസ്റ്റൽ ലഗാർഡ് പറയുന്നത് വുമൻ ഷുഡ് ബി ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വുമൻസ് ആർ ഡിനീഡ്. സ്ത്രീകൾക്ക് പല അവസരങ്ങളും കിട്ടുന്നില്ല. വുമൻസ് ആർ ഡിനീഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല എന്നർത്ഥം. അക്കോർഡിംഗ് ടു ഹർ കൺസേർട്ടഡ് എഫേർട്ട് വിൽ ഷുവർലി ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി. അതായത് അവസരങ്ങൾ തേടി നമ്മൾ പോകണം.
സോ ഷീ സ്ട്രോങ്ലി റെക്കമെൻഡ് 3 Ls, 3 Lsകളെ കുറിച്ച് പറയുന്നു. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഷി ബിലീവ്സ് ദ പവർ ഓഫ് എഡ്യൂക്കേറ്റിംഗ് വുമൻ. വുമൻസിന് എഡ്യൂക്കേഷൻ വേണം. സോ ടു ബ്രേക്ക് ദ ചെയിൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, എല്ലാ വിവേചനങ്ങളും എല്ലാ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണം. അതുപോലെ തന്നെ ലോ പേയ്മെൻ്റ് ആണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്, ലോ സ്റ്റാറ്റസ് ആണ്, ലോ സെക്യൂരിറ്റി ജോബാണ്. സോ ഈക്വൽ പേ കൊടുക്കണം ഫോർ ഈക്വൽ ജോബ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ഷീ ബിലീവ്സ് ദ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ടു ഫുൾഫിൽ ദെയർ എബിലിറ്റി, എല്ലാ കഴിവുകളും അല്ലെങ്കിൽ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറയാം. നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വി ഷുഡ് ഹാവ് ദ കോൺഫിഡൻസ് ടു കം ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ, ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക എല്ലാവരും. ഇതാണ് ആ പാഠം. ഇനി അടുത്തൊരു പാഠത്തിലേക്ക് കടക്കാം. അടുത്ത പാഠം നമുക്ക് എനി വുമൻ എന്ന് പറയുന്ന പാഠമാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ദീക്ഷ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെയാണ്. ദീക്ഷ ഇത് നിങ്ങൾക്ക് സ്റ്റോറിൽ അവൈലബിൾ ബുക്ക് സ്റ്റോറിൽ. ഇത് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഇത് നമ്മൾ എജ്യുവാലിറ്റും ദീക്ഷയും കൂടി ക്ലബ് ചെയ്തിട്ട് കൊടുക്കുന്ന ബുക്കാണ്. ഇതിൻ്റെ സെല്ലിംഗ് ഉണ്ട്. ഈ ബുക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂ. അവിടെ ഞാൻ പറയാം ഈ ബുക്ക് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നല്ലൊരു ബുക്കാണ്, വളരെ ഷോർട്ടായിട്ട് എല്ലാ പോയിൻറ്റ്സും ഇതിലുണ്ട്. ആവശ്യമുള്ളവർ താഴെയുള്ള കമൻറ്റ് ബോക്സിലുള്ള ഫസ്റ്റത്തെ ലിങ്ക് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി, അവിടെ ഞാൻ പറയാം കേട്ടോ. സോ എനി വുമൺ എന്ന് പറഞ്ഞാൽ കാത്തറിൻ ചാനൻ്റെ ഒരു പോയാണ്. എനി വുമൺ ഇസ് എ പോയം റിട്ടൺ ബൈ കാത്തറിൻ ചാനൻ. ഇറ്റ്സ് ഐറിഷ് പോയറ്റാണ്. പോയറ്റിൻ്റെ പേജ് പഠിച്ചോളൂ. അപ്പോൾ പോയംസ് അപ്രിസിയേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ ചോദിക്കും. അല്ലെങ്കിൽ പുറമേ നിന്ന് നിങ്ങൾക്കൊരു പോയം തന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു പോയമായിട്ട് കമ്പയർ ചെയ്യാനും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനി വുമണും മെൻഡിങ് ബോളും ആണ് 2 പോയം നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയ്ക്കുള്ളത്. 2ൻ്റെ അപ്രിസിയേഷൻ പഠിക്കുക, 2ൻ്റെ ആശയങ്ങൾ പഠിക്കുക. സോ ഷോർട്ടായിട്ട് പറയാനാണെങ്കിൽ ദ പോയം ഈസ് അബൌട്ട് ദ റോൾ ഓഫ് മദർ ഇൻ യുവർ ഫാമിലി. അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. മദർ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്. നമ്മൾ ഹൗസിൻ്റെ ഒരു തൂണാണെന്നാണ് പറയുന്നത്. കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, നമ്മളെ മേൽക്കൂരേനെ പിടിച്ച് നിർത്തുന്ന ഒരു നമ്മൾ പറയില്ലേ ആണിക്കല്ലാണ്, കീ സ്റ്റോൺ ആണ് അമ്മ. ഇൻ ഹെർ ആബ്സെൻസ് ദ ഹോൾ ഫാമിലി വിൽ ബി റൂയിൻഡ്. അമ്മയില്ലെങ്കിൽ ഫുൾ ഫാമിലി നശിച്ചു പോവും. മദർ പ്രൊവൈഡ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, ചൂടും വെളിച്ചം തരുന്നു. ഫയർ അപ്പോൺ ദ ഹെർത്ത്, നമുക്ക് ചൂട് തന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് അമ്മയാണ്. ഷി കുക്സ് ദ ഫുഡ് ആൻഡ് ഫീഡ് ഹെർ ഫാമിലി, ഫുഡ് തരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അമ്മയില്ലെങ്കിൽ ഫാമിലി ബിക്കം കോൾഡ്, ഒരു കല്ലിനെ പോലെ തണുത്തുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. മദർ പ്രൊവൈഡ് ചിൽഡ്രൻ ദ ലൈറ്റ് ഓഫ് ലവ്, സ്നേഹം കൊടുക്കുന്നു, വാംത്ത് കൊടുക്കുന്നു, കംഫർട്ട് കൊടുക്കുന്നു. ഇതൊക്കെ നല്ല സിമ്പിളാണ്. ഷീ ഈസ് ദ നോട്ട് ഓഫ് ലവ് ഇൻ ദ സാക്രഡ് റിംഗ് ഓഫ് ദ ഫാമിലി. നമ്മളൊരു മാല പോലെ നോക്കുകയാണെങ്കിൽ എല്ലാ അംഗങ്ങളെയും കോർക്കുന്ന ഒരു മാല പോലെയാണ് അമ്മ. എല്ലാ മെമ്പേഴ്സിനെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു നോട്ട് ഓഫ് ലവ് ആണ്, ഒരു എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. ദാറ്റ് ഹോൾഡ് ഓൾ ദ മെമ്പേഴ്സ് ടുഗെദർ. ചിൽഡ്രൻസ് ആർ സേഫ് വിത്തിൻ ദ സാക്രഡ് റിംഗ്, എല്ലാവരും ആ റിങ്ങിൽ സേഫാണ്. ഷീ ഈസ് ദ ഫയർ ഫ്രം വിച്ച് ചിൽഡ്രൻ റിസീവ് എനർജി ടു ലീവ്. കുട്ടികളൊക്കെ നല്ല എനർജിയോട് കൂടി ജീവിക്കുന്നത് അവൾ തരുന്ന ആ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ലവ് അല്ലെങ്കിൽ ഫയറിലാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൻ്റെ ഒരു മെയിൻ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അമ്മ ആരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രിസിയേഷൻ പഠിക്കണം. സോ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനി വുമൺ ഇസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം ആണെന്ന് പറയാം. തോട്ട് പ്രൊവോക്കിംഗ് പോയാണ്. റിട്ടൺ ബൈ വെൽ നോൺ ഐറിഷ് പോയറ്റ് കാത്തറിൻ ചാനാണ് എഴുതിയിട്ടുള്ളത്. ഷീ പ്രസൻറ്റ് ദ റോൾ ഓഫ് മദർ ടു ഹോൾഡ് എ ഫാമിലി ടുഗെദർ. എല്ലാ മെമ്പേഴ്സിനെയും ഒരുമിച്ച് നിർത്തുന്ന അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഹെർ പ്രസൻറ്റ് പ്രൊവൈഡ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. അമ്മയുടെ സാന്നിധ്യം ഒരു സെക്യൂരിറ്റിയാണ്. ഇൻ ദ മൈൻഡ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഹെൽപ്പ് ദം ടു ഗ്രോ. കുട്ടികളെ വളർത്തുന്നു. മദർ ഈസ് എസെൻഷ്യൽ ഫോർ എ പേഴ്സൺ. എല്ലാവർക്കും അമ്മ വേണം. ഷീ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്. ഇനി ഇഫ് ദ പില്ലർ ആർ ഷേക്കൺ, ഈ തൂണെങ്ങാനും ഇളകിക്കഴിഞ്ഞാൽ എൻറ്റയർ ഹൗസ് വിൽ ബി ഡിമോളിഷ്ഡ്. വീട് മൊത്തം നശിക്കും. സോ മദർ ഹോൾഡ് ദ എൻറ്റയർ ബാലൻസ് ഓഫ് ദ ഫാമിലി. ഫാമിലിനെ മൊത്തം പിടിച്ചു നിർത്തുന്ന അമ്മയാണ്. ഷീ ഈസ് റിമൂവ്ഡ്. അമ്മയില്ലെങ്കിൽ റൂഫ്, വാൾ, എൻറ്റയർ ഹൗസ് വിൽ ബി കൊളാപ്സ്ഡ്. വീട് മൊത്തം തകരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഷീ ഈസ് ദ കീ സ്റ്റോൺ. ഷീ കുക്സ് ദ ഫുഡ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഷീ ഈസ് ദ ലൈഫ്. ഷീ ഗീവ്സ് ദ ലൈറ്റ്, ലവ് ദാറ്റ് ഫിൽ ഹൗസ് മൊത്തം നിറയ്ക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ കുറച്ച് മെറ്റഫറൊക്കെയാണ് അമ്മേനെ കുറിച്ച് പറയുന്നത്. അമ്മ പില്ലറാണ്, കീ സ്റ്റോൺ ആണ്, ഫയറാണ്, ലൈറ്റാണ്, ഹീറ്റാണ്, സാക്രഡ് റിംഗ് ആണ് എന്നൊക്കെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത പാഠം മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ പാഠമാണ്. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുക
ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ലെറ്ററോ ഇമെയിലോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെയുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ എഡ്യൂവാലറ്റ് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ താഴെയുള്ള വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് കാണാം. ആ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഫേമസ് ബംഗാളി റൈറ്റർ ആശാ പൂർണ ദേബി. ആശാ പൂർണ ദേബിയുടെ ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് മാച്ച് ബോക്സ്. ഇതിലെ ഇൻ ദ സ്റ്റോറി ഓദർ കമ്പയർ വിമൻസ് ടു മാച്ച് ബോക്സ്. സ്ത്രീകളെ മാച്ച് ബോക്സിനോട് കമ്പയർ ചെയ്യാണ്. തീപ്പെട്ടിയുടെ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിനോട് കമ്പയർ ചെയ്യാണ്. കാരണം എന്താണ്, മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, എവിടെ വേണമെങ്കിലും അത് കിടക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തിനു വേണമെങ്കിലും ആളി കത്തിക്കാനുള്ള കഴിവുണ്ട് തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ. അതേപോലെയാണ് സ്ത്രീകളെന്നാണ് ആശാ പൂർണ ദേബി പറയണേ. മാച്ച് ബോക്സ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ലൈറ്റ് അപ്പ് എവറിത്തിങ്. എല്ലാത്തിനെയും ലൈറ്റ് അപ്പ് പൊട്ടൻഷ്യൽ ഇൻ ടു ഫയർ, ബട്ട് ഇൻ ദ അപ്പിയറൻസ്, പക്ഷെ കാണും നമുക്ക് തോന്നും ദേ ആർ മീക്ക് ആൻഡ് ഹാംലെസ് ഒന്നുമില്ല, നമുക്ക് തോന്നും വുമൻസ് ആർ സെയിം. അതേപോലെയാണ് സ്ത്രീകൾ നമ്മൾ കാണുമ്പോൾ തോന്നും വളരെ കീപ് ക്വൈറ്റ് ആണ്, ഹാംലെസ് ആണ്, നമുക്കൊരു ഉപദ്രവം, ഹാംലെസ് എന്ന് പറഞ്ഞാൽ ഉപദ്രവം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നും. പക്ഷെ അവരുള്ളിൽ ഹാവ് ദ പൊട്ടൻഷ്യൽ. സോ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, നോമിത ആൻഡ് അജിത്ത്. അതാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അവരൊരു ജോയിൻറ്റ് ഫാമിലിയിലാണ്. നോമിത കം ഫ്രം എ പുവർ ഫാമിലി. നോമിത ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നോമിതയുടെ അമ്മയ്ക്ക് വേറെ ആരുമില്ല, അവൾ മാത്രമാണുള്ളത്. നോമിതയുടെ അമ്മ ഭയങ്കര ഹാപ്പിയാണ് മകളെ വലിയൊരു റിച്ച് ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു വിട്ടു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നോമിതയുടെ മദർ എപ്പോഴും റൈറ്റ് എ ലെറ്റർ ടു ഹെർ. അവൾക്ക് എപ്പോഴും ലെറ്റർ അയക്കും പൈസ ചോദിച്ചിട്ട്. അജിത്തിനാണെങ്കിൽ ഇത് താല്പര്യമില്ല. അജിത്തിനെ ഇങ്ങനെ ഭാര്യയുടെ അമ്മ പൈസ ചോദിക്കുന്നത് കൊണ്ട് അജിത്തിന് ഒട്ടും താല്പര്യമില്ല. സോ അജിത്ത് ഹാസ് ദ ഹാബിറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് റീഡിങ് ഹെർ ലെറ്റർ വിത്തൗട്ട് ഹെർ പെർമിഷൻ. അവളുടെ പെർമിഷൻ ഇല്ലാതെ അജിത്ത് എപ്പോഴും നോമിതയുടെ അമ്മയുടെ ലെറ്റർ വായിക്കുന്നു. അതവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അതാണ് നമ്മുടെ പാഠഭാഗം. നോമിത ഡിസ്ലൈക്ക് ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്ത്. അജിത്ത് കോൾ ഹെർ ഡങ് പിക്കർ ഡോക്ടർ. നീ ഒരു ഡങ് പിക്കർ ഡോക്ടർ അല്ലേ, നീ വേസ്റ്റ് വാരുന്ന അമ്മയുടെ മകളല്ലേ എന്നൊക്കെയാണ് ചോദിക്കണേ. വൺ ഡേ വൈൽ ഷി വാസ് കളക്ടിങ് ഡേർട്ടി ക്ലോത്ത്സ് ഫോർ ദ വാഷർമാൻ ഷി ഫൈൻഡ് എ ക്രംബിൾഡ് ലെറ്റർ ഇൻ അജിത്ത് പോക്കറ്റ്. ഡ്രസ്സുകളൊക്കെ കഴുകാൻ കൊടുക്കുമ്പോഴാണ് ഒരു ലെറ്റർ കാണുന്നത്. അത് നോമിതയ്ക്ക് വന്ന ലെറ്ററാണ്. അജിത്ത് അത് തുറന്നു വായിച്ചു, ക്രംബിൾ ചെയ്തു, ചുരുട്ടിക്കൂട്ടി. നോമിത ബിക്കം ആംഗ്രി ആൻഡ് ക്വാറൽ വിത്ത് അജിത്ത്. ഔട്ട് ഓഫ് ആങ്കർ ഷി ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് സെറ്റ് ഫയർ ടു ഹെർ സാരി. അവളെ സാരിയിൽ തീ കൊളുത്തുന്നു. അജിത്ത് ജംപ് ടു ഹെർ സൈഡ് ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ. അജിത്ത് അത് ആ ഒരു ഫയർ കെടുത്തി. ഹെർ നീസ് കം ടു ദ റൂം ടു ഇൻഫോം ദ വാഷർമാൻ ഈസ് വെയിറ്റിംഗ്. വാഷർമാൻ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതോടെ ആ പ്രശ്നം അവിടെ തീരുന്നു. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അജിത്തും നോമിതയും മെയിൻ ക്യാരക്ടറാണ്. അവർക്കിടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നോമിതയുടെ അമ്മ അയക്കുന്ന ലെറ്ററുകളാണ്, പൈസ ആവശ്യപ്പെട്ട് ചോദിക്കുന്ന ലെറ്ററുകളാണ്. സോ നോമിതയാണ് സെൻട്രൽ ക്യാരക്ടർ. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് വിഡോഡ് വുമൺ. വിധവയായ ഒരു സ്ത്രീയുടെ മകളാണ്. അതായത് നോമിതയുടെ അമ്മ ഒരു വിധവയാണ്, അതുകൊണ്ട് തന്നെ പൈസ ചോദിക്കുന്നു. അജിത്താണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവളെ ഇൻസൾട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ നോമിത ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, സ്വന്തം സാരിയിൽ തീ കൊളുത്തുന്നു. അതാണ് ആ പ്രശ്നം. അപ്പോൾ ഇത് മെയിൻ ചോദ്യം നോമിതയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് വിഡോഡ് വുമൺ. ഷീ ഈസ് വെരി ഇന്നസെൻറ്റ് ആൻഡ് ലൈറ്റ് ഹേർട്ടഡ്. ഷീ ഓൾവേസ് ട്രൈ ടു ഹെൽപ്പ് ഹെർ മദർ. അമ്മയെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് അവൾക്ക് ആഗ്രഹമുണ്ട്. ഷീ നെവർ റിവീൽ ദ ട്രൂ ഫേസ് ഓഫ് ഹർ ഹസ്ബൻഡ്. അവളെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. അവൾക്ക് വന്ന ലെറ്റർ വായിക്കുന്നു, അവളെ ഇൻസൾട്ട് ചെയ്യുന്നു, എന്നിട്ടും അവളത് ആരോടും റിവീൽ ചെയ്തിട്ടില്ല. ഷി വാസ് മാരീഡ് ടു അജിത്ത്, എ റിച്ച് മാൻ, ബിക്കോസ് ഓഫ് ഹർ ബ്യൂട്ടി. നോമിതയുടെ ബ്യൂട്ടി കണ്ട് കല്യാണം കഴിച്ച ആളാണ് അജിത്ത്. ദേ ആർ ലിവിങ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി ആൻഡ് നോമിത ഈസ് സെൽഫ് ഹൈ റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി. ഹൈ സെൽഫ് റെസ്പെക്റ്റ്. ഷി ബിക്കംസ് ആംഗ്രി വെൻ ഹെർ ഹസ്ബൻഡ് റീഡ് ഹെർ ലെറ്റർ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പം അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം. നോമിതയുടെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ അജിത്തിൻ്റെയും നോമിതയുടെ മദറിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാഠം ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പാഠമാണ് ഹോറിഗല്ലു. ഇപ്പം നമ്മൾ 3Ls കണ്ടു, മാച്ച് ബോക്സ് എന്താണെന്ന് കണ്ടു, എനി വുമൺ കണ്ടു, ഇനി ഹോറിഗല്ലു ആണ്. ഹോറിഗല്ലു എന്ന് പറഞ്ഞാൽ ഒരു ആൻഗിഡക്റ്റ് ആണ്. നമ്മൾ പറയുക ഒരു അതായത് സ്വന്തം സ്റ്റോറി പറയാം. സുധാമൂർത്തിയുടെയാണ്. ഈ പാഠത്തിൽ ഹോറിഗല്ലുവിനെ കുറിച്ചാണ് പറയുന്നത്. ഹോറിഗല്ലു എന്ന് പറഞ്ഞൊരു സ്റ്റോൺ ബെഞ്ചാണ്, ഒരു സാധാ കല്ല്, എല്ലാ ഭാരങ്ങളും കൊള്ളുന്ന സാധാ ഇരിക്കുന്ന ഒരു ബെഞ്ച്. അപ്പോൾ ഇവിടെ ഹോറിഗല്ലു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരുടെ ലൈഫിലും ഒരു ഹോറിഗല്ലു വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും
നമ്മളെല്ലാ പ്രശ്നങ്ങളും കേൾക്കുന്ന ഒരാൾ വേണം എന്നാണ്. അപ്പോൾ ഇവിടെ ഹോറിഗെല്ലു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോൺ ബെഞ്ചാണ്, ഒരു ഫ്ലാറ്റ് സ്റ്റോൺ ബെഞ്ചാണ്. ട്രാവലേഴ്സ് ക്യാൻ സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ്. അതേപോലെ ഇവിടെ ഹോറിഗെല്ലു എല്ലാവരുടെ ലൈഫിലും വേണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവർക്കും പ്രശ്നങ്ങളും ഭാരങ്ങളൊക്കെ ഉണ്ട്. അതെപ്പോഴെങ്കിലൊക്കെ നമ്മൾ ആരോടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതിന് വിശ്വാസമുള്ള ഒരു ഹോറിഗെല്ലു ഒരാൾ നമ്മളെ ജീവിതത്തിൽ വേണം. സോ ഹോറിഗെല്ലു ഹെൽപ്പ് പുട്ട് ഡൗൺ അവർ ബേർഡൻ ആൻഡ് ടേക്ക് റെസ്റ്റ്. നമ്മുടെ എല്ലാ ഭാരങ്ങളും ശരിക്കും സാധാ ഒരു ഹോറിഗെല്ലു എന്ന് പറഞ്ഞ ഒരു കല്ല്, അവിടെ നമുക്ക് എല്ലാ ഭാരം കൊണ്ടുവയ്ക്കാം, റെസ്റ്റ് എടുക്കാം. അതേപോലെ നമുക്ക് റീഫ്രഷ് ആവും, നമ്മളെ മൈൻഡ് സെറ്റാവും. അതേപോലെ നമുക്ക് എന്ത് വേണം? ഒരു പേഴ്സൺ, ഒരു ആൾ നമുക്ക് വേണം. ഹോറിഗെല്ലു പോലുള്ളൊരു ഹ്യൂമൻ ഹോറിഗെല്ലു വേണം എന്നാണ് ഈ പാഠത്തിൽ പറയണേ. ഹ്യൂമൻ ഹോറിഗെല്ലു എന്ത് ചെയ്യണം? നമ്മളെ പ്രശ്നങ്ങളൊക്കെ കേൾക്കണം. എന്ന് വെച്ച് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ സുധാമൂർത്തി തൻ്റെ ലൈഫിലെ 2 ഹോറിഗെല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. 2 പേഴ്സൺ, ഒന്ന് ഗ്രാൻഡ് ഫാദറും ഒന്ന് രത്ന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും. സോ ഗ്രാൻഡ് ഫാദർ വാസ് റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. ഹി യൂസ് ടു സിറ്റ് അണ്ടർ ദ ബനിയൻ ട്രീ. ഒരു ആൽമരത്തിന് താഴെ നിന്നും പോയിരിക്കും. എന്നിട്ട് അവിടുത്തെ വില്ലേജേഴ്സിൻ്റെ പ്രശ്നങ്ങളെല്ലാം കേൾക്കും. വില്ലേജേഴ്സ് ടോക്ക്ഡ് അബൌട്ട് ദെയർ ഡെയിലി ലൈഫ് ആൻഡ് വറി. അപ്പോൾ അവരുടെ ഗ്രാമത്തിൽ, അല്ലെങ്കിൽ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഒരു ഹോറിഗെല്ലു ആയിരുന്നു. ആ വില്ലേജിലെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കുന്ന, എല്ലാവർക്കും ഒരു ആശ്വാസമുള്ള ഒരു ഹ്യൂമൻ ഹോറിഗെല്ലു ആയിരുന്നു ഗ്രാൻഡ് ഫാദർ. രത്ന എന്ന് പറഞ്ഞാൽ സുധാമൂർത്തിയുടെ തന്നെ ഒരു കൊളീഗാണ്, ഓഫീസിലെ ആളാണ്, സീനിയർ ക്ലർക്കാണ്. അവൾ എന്ത് ചെയ്യുന്നു? രത്ന എന്ത് ചെയ്യുന്നു? എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കുന്നത്. ഷീ ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് ഹർ കൊളീഗ്. ഷീ ടോൾഡ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ഹർ 2 ears. നമുക്ക് എല്ലാവർക്കും 2 ചെവികൾ ദൈവം തന്നിട്ടുണ്ട്. സോ ഒരു വായ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കണം. ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മനസ്സ് വേണം. സോ ഗ്രാൻഡ് ഫാദറും രത്നയും 2ഉം സോഷ്യൽ സർവീസാണ് 2 പേരും ചെയ്യുന്നത്. 2ഉം ഹോറിഗെല്ലൂസ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് ഹോറിഗെല്ലു എന്ന് പറയുന്നു? സാധാ ബെഞ്ച്, എല്ലാ വെയിറ്റും താങ്ങുന്ന, എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലം. അതേപോലെ 2 ഹോറിഗെല്ലൂസിനെ കുറിച്ച് പറയുന്നു, ഗ്രാൻഡ് ഫാദറും രത്നയും. 2 പേരും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ സ്കൂൾ ടീച്ചറാണ്, റിട്ടയർഡ്. ഹി ലിസൺ ടു ദ വറീസ് ഓഫ് ദ ട്രാവലേഴ്സ്, ടോക്ക്ഡ് അബൌട്ട് ദെയർ ഡെയിലി ലൈഫ് ആൻഡ് വറി. എല്ലാ പ്രശ്നങ്ങളും ഗ്രാൻഡ് ഫാദറോട് എല്ലാവരും വന്ന് സംസാരിക്കാറുണ്ട്. സോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഹി റീഫ്രഷ്ഡ് ആൻഡ് റിലാക്സ് ദെയർ മൈൻഡ്. അവരൊന്ന് റിലാക്സ് ആവുന്നു. സോ ഹി നെവർ പ്രൊവൈഡ് എനി സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറയാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു? എല്ലാം കേട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഗ്രാൻഡ് ഫാദർ. അതാണ് ഹോറിഗെല്ലു. ഹി ലിസൺ ടു ദം വിത്ത് പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻ. വളരെ പേഷ്യൻസോടുകൂടി അവർ കേൾക്കുന്നു. ഹി ലിസൺ ടു ദം വിത്ത് സിമ്പത്തി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ് ഒന്നും കൂടാതെ എല്ലാവരുടെ പ്രശ്നങ്ങളും കേട്ടിരിക്കുക. സോ അതാണ് ഒരു സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഹി നെവർ എക്സ്പെക്ട് മണി ഓർ റിവാർഡ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഏതിൽ എഴുതാൻ പറ്റും? രത്നയിൽ എഴുതാൻ പറ്റും. കൊളീഗോ സുധാമൂർത്തിയാണ്, സീനിയർ ക്ലർക്കാണ്, മിഡിൽ ഏജ്ഡ് വുമൺ ആണ്, ഓൾവേസ് ചിയർഫുൾ, ഇൻഫെക്ച്വസ് ചിയർഫുൾനെസ്, അതായത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും ചിരി പടർത്തുന്ന ഒരു ലേഡിയാണ് രത്ന. ഒരു ഗുഡ് ലിസണറാണ്. ഹി ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് ഹർ കൊളീഗ്. അവർ ഓഫീസിലെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്ന ഒരു ആളാണ് രത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷീ ലിസൺ ടു ദം വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ് ആൻഡ് ഷീ ലിസൺ ടു ദം വിത്ത് സിമ്പതി, വിത്ത് പേഷ്യൻസ്. വളരെ ക്ഷമയോടും സിമ്പതിയോടും കൂടി എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കുന്നു. സോ രത്നയാവട്ടെ സുധാമൂർത്തി ആവട്ടെ 2 പേരും ഹ്യൂമൻ ഹോറിഗെല്ലൂസ് ആണ്. സോ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹോറിഗെല്ലുവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചോദിക്കാം. എന്തുകൊണ്ട് ഹോറിഗെല്ലൂസ് വേണം, അല്ലെങ്കിൽ എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഹ്യൂമൻ ഹോറിഗെല്ലുവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു എസ്സേ ചോദിക്കാം. അല്ലെങ്കിൽ സ്കൂളുകളിലെ കൗൺസിലേഴ്സ് വേണം കുട്ടികളെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ, അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു എസ്സേ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട ഗുഡ് ലിസണർ ഇൻ ക്രിയേറ്റിംഗ് ഹെൽത്തി മൈൻഡ്. നല്ലൊരു ലിസണർ ആവണം. അപ്പോൾ ആൾക്കാർക്കെല്ലാം ഭയങ്കര റിഫ്രഷ് കിട്ടും, റിഫ്രഷ് ആവും, റിലാക്സ് ആവും. അതിനെക്കുറിച്ച് കണ്ട ഒരു എസ്സേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഗുഡ് ലിസണർ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ക്രിയേറ്റിംഗ് ഹെൽത്തി മൈൻഡ് ബൈ പ്രൊവൈഡിങ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ടു എക്സ്പ്രസ് ദെയർ തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് കൺസേൺ. ഗുഡ് ലിസണർ ആവുക, ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ റോളാണ്.
അവരൊരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് കൊടുക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാനുള്ളൊരു എൻവയോൺമെൻറ്റാണ് അവർ കൊടുക്കുന്നത്. ദ ഹെൽപ്പ് പീപ്പിൾ ടു അൺലോഡ് ദെയർ ബേർഡൻസ്. അവരെ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാൻ പറ്റും. നമുക്കാണെങ്കിലും ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാളടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ വലിയൊരു റിലീഫാണ്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഈസ് ടു ബി എക്സാമിൻഡ്. നമ്മളെല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കാനൊരു മനസ്സ് വേണം. സോ ഗുഡ് ലിസണർ പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട്, എംപവർമെൻറ്റ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സുകളൊക്കെ നോക്കി വെക്കുക. മെൻ്റൽ സ്ട്രെങ്ത് കൊടുക്കുന്നു, കോൺഫിഡൻസ് കൊടുക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഫസ്റ്റ് യൂണിറ്റിലെ എല്ലാ പാഠത്തിൻ്റെയും എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് യൂണിറ്റിന് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ താഴെയുള്ള വാട്സപ്പ് ചാനൽ മറക്കണ്ട. ഷുവർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ആ ചാനലിലുണ്ട്. എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. സോ ഫസ്റ്റ് യൂണിറ്റ് എല്ലാവർക്കും കഥകളും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ബുക്ക് ആവശ്യമുള്ളവർ, ദീക്ഷ എന്ന് പറഞ്ഞ ബുക്ക് ആവശ്യമുള്ളവർ താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോളൂ. അവിടെ എല്ലാ ഡീറ്റെയിൽസും പറയൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത യൂണിറ്റും അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ കാണാം. താങ്ക് യു.